ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 9 to 11 പ്രാക്ടിക്കൽസ് ആണ്. ഇന്ന് നമുക്ക് പാരസൈറ്റോളജി പ്രാക്ടിക്കലാണ്. സോ ലാബിനകത്ത് കയറിയിട്ട് 2-3 പടം വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയായി. പിന്നെ നമുക്ക് തിയറിയാണ്. അത് ഒരു 11 to 1 ആണ് നമുക്ക് തിയറി. ആ 2 അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തള്ളി നീക്കുന്നതെന്ന് ഇവിടെ ഓരോരുത്തരുടെയും ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ 1 മണിയാവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ലാസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താവും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെയാണ് ഇപ്പം എല്ലാവരുടെയും മൈൻഡിൽ. അങ്ങനെ തിയറി ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. കോളേജിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ഒന്ന് നടന്നെത്താനുള്ളൊരു ദൂരമേ ഉള്ളൂ. അങ്ങനെ ഹോസ്റ്റലെത്തി കയ്യിലുള്ള ബാഗും എവിടെയെങ്കിലും വെച്ച് നേരെ പ്ലേറ്റും കപ്പും എടുത്ത് മെസ്സിലോട്ട് ഒരു പോക്കാണ്. ഇന്ന് ലഞ്ചിന് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മെസ്സി നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മിനി സദ്യ വിത്ത് പായസം. പിന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. നേരെ അടുത്ത പ്രാക്ടിക്കൽസിനായിട്ട് 2 മണിക്ക് നമുക്ക് കോളേജിലെത്തണം. അങ്ങനെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ചെന്നപാടെ അറ്റൻഡൻസ് എടുത്ത് ക്ലാസ്സിലെന്നും പറഞ്ഞ് സാർ അങ്ങ് വിട്ടു. ആഫ്റ്റർനൂൺ ഫ്രീ കിട്ടിയ സന്തോഷത്തിൽ ഹോസ്റ്റലിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന രീതിയിൽ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. പക്ഷേ ഹോസ്റ്റലിലെത്തി ഒന്ന് കിടന്നപ്പോൾ തന്നെ ഫ്രണ്ടിൻ്റെ വിളി വന്നു, അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒന്ന് കൂടെ ചെല്ലുമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടുന്ന് മെഡിസിനൊക്കെ മേടിച്ചിട്ട് തിരിച്ച് കോളേജിലേക്ക് പോയി. പോകുന്ന വഴിയാണ് കരിക്ക് വെട്ടുന്നത് കണ്ടത്. പിന്നെ അവിടെ നിർത്തി ഞാനും അവളും ഓരോ കരിക്ക് വെച്ച് കുടിച്ച്. ഒരെണ്ണം നമ്മുടെ ഫ്രണ്ടിന് പാഴ്സൽ മേടിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയി.